നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-നെ നയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രചാരണം തുടങ്ങും. CPM-ന് ജില്ലയിൽ വിമത ഭീഷണി നിലനിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി കണ്ണൂരിലേക്ക് എത്തുന്നത്. വിമത ഭീഷണി മറികടന്ന് എങ്ങനെ മുന്നോട്ട് പോകുമെന്നതാണ് പാർട്ടിക്ക് മുന്നിലെ പ്രധാന വെല്ലുവിളി. സംസ്ഥാനത്ത് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള സാഹചര്യമാണ് LDF-ഉം CPI-യും ഇത്തവണ നേരിടുന്നത്. പാർട്ടിയുടെ ഉയർന്ന ഘടകങ്ങളുള്ളവരും ജനസ്വാധീനമുള്ളവരുമായ നേതാക്കൾ ഒന്നിച്ച് പാർട്ടിക്കെതിരെ മത്സരത്തിനിറങ്ങുന്നത് സമീപകാലത്ത് ഇതാദ്യമാണ്. നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഇത്തരമൊരു പ്രതിസന്ധി എന്നതാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നം. വിമതരായി രംഗപ്രവേശം ചെയ്തവരെ വർഗവഞ്ചകൻ, കുലംകുത്തി, പാർലമെന്ററി വ്യാമോഹി എന്നൊക്കെ പറഞ്ഞ് പ്രവർത്തകരെ വികാരം കൊള്ളിച്ച് എതിർക്കുകയാണ് CPI ആവിഷ്കരിച്ചിരിക്കുന്ന തന്ത്രം. എന്നാൽ പാർട്ടി നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളോട് സമൂഹം എങ്ങനെ പ്രതികരിക്കുമെന്നത് ഇപ്പോഴും ആശങ്കയാണ്. കണ്ണൂരിലെ പാർട്ടി കോട്ടകളിൽ വിമതർ കലാപക്കൊടി ഉയർത്തിയിരിക്കുന്ന ഘട്ടത്തിലാണ് മുന്നണിയുടെ നായകൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രചാരണത്തിലെത്തുന്നത്. വിവാദങ്ങളോട് മുഖ്യമന്ത്രി പ്രതികരിക്കുമെന്നതാണ് രാഷ്ട്രീയ ആകാംക്ഷ. ഉച്ചയ്ക്ക് ശേഷം കണ്ണൂരിലെത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മട്ടന്നൂരിൽ നിന്ന് റോഡ് ഷോയായി ധർമ്മട മണ്ഡലത്തിലേക്ക് പോകും. പിണറായിലാണ് മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം. അടുത്ത ദിവസം മുതൽ LDF-ന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ ആരംഭിക്കും. 5 നിയമസഭാ മണ്ഡലങ്ങളിലെ പാർട്ടി സ്വതന്ത്രത കാര്യത്തിൽ വൈകാതെ പ്രഖ്യാപനമുണ്ടാകും. പാലക്കാട്, കൊണ്ടോട്ടി, കൊടുവള്ളി, കോട്ടക്കൽ, തിരൂർ മണ്ഡലങ്ങളിൽ പാർട്ടി പിന്തുണയോടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയാണ് ഇനി പ്രഖ്യാപിക്കാനുള്ളത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.